സംസ്ഥാന കമ്മിറ്റിയിലേക്ക് പരിഗണിക്കപ്പെടാത്തതിന്റെ വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം എ പത്മകുമാർ ഇപ്പോൾ രംഗത്തെത്തുന്നത്. ചതിവ്, വഞ്ചന, അവഹേളനം, 52 വർഷത്തെ ബാക്കി പത്രം, ലാൽ സലാം. ഇതാണ് എ പത്മകുമാറിന്റെ ഫേസ്ബുക്കിൽ അദ്ദേഹം ഒരു ചിത്രവും മുഖത്ത് കൈവച്ചിരിക്കുന്ന ആകെ അങ്കലാപ്പിലായിരിക്കുന്ന ഒരു ചിത്രവും അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്. കണ്ണൻ നായർ തുടരും. കണ്ണൻ നായർ, ഇതാ സമ്മേളനം അതിന്റെ പരിസമാപ്തിയിലേക്ക് എത്തിയിട്ടില്ല. ഒരിടത്ത് പാർട്ടിയുടെ ശക്തി കാണിക്കുമ്പോൾ മറ്റൊരിടത്ത് താൻ അവഹേളിക്കപ്പെട്ടിരിക്കുന്നു, താൻ അല്ലെങ്കിൽ പരിഗണിക്കപ്പെട്ടിട്ടില്ല എന്ന് പത്മകുമാർ പറയുകയാണ്. ഫേസ്ബുക്ക് പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞു. പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഏറെ ഉണ്ടായിരുന്നിരിക്കാം പത്മകുമാറിന്. അദ്ദേഹം സംസ്ഥാന കമ്മിറ്റിയുടെ ഭാഗമാകും എന്നുള്ള ഒരു പ്രതീക്ഷ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. കാര്യം പത്തനംതിട്ടയിലെ മുതിർന്ന നേതാവാണ്, മുൻ MLA ആണ്, ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റാണ്. അങ്ങനെയുള്ള വ്യക്തി കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിലും സംസ്ഥാന കമ്മിറ്റിയിലേക്ക് എത്തും എന്നുള്ള ഒരു പ്രതീക്ഷയായിരുന്നു. പത്തനംതിട്ടയിൽ നിന്ന് 3 പേരുടെ പേരുകളാണ് പ്രധാനമായി പറഞ്ഞത്. ഹർഷകുമാർ, അതുപോലെ തന്നെ പത്മകുമാർ, ഒപ്പം തന്നെ കോന്നി MLA ജനീഷ് കുമാർ. ഈ 3 പേരും ഇവിടെ ഈ സംസ്ഥാന കമ്മിറ്റിയുടെ ഭാഗമായില്ല. അവിടുത്തെ ജില്ലാ സെക്രട്ടറി മാത്രമാണ് സംസ്ഥാന കമ്മിറ്റിയുടെ ഭാഗമായത്. അതിനുശേഷമാണ് ഈ സംസ്ഥാന കമ്മിറ്റിയുടെ ഭാഗമാകാത്തതിൻ്റെ പേരിലുള്ള ഒരു വിയോജിപ്പ് അല്ലെങ്കിൽ ആ ഒരു വിഷമം അല്ലെങ്കിൽ ദേഷ്യം, അതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. 52 വർഷക്കാലത്തെ തൻ്റെ പ്രവർത്തനത്തിൻ്റെ ബാക്കി പത്രമാണിത്. ചതിവാണ്, വഞ്ചനയാണ്, അവഹേളനമാണ് എന്ന് CPM-ന്റെ മുതിർന്ന ഒരു നേതാവ് ഈ സമ്മേളനം നടക്കുന്ന സമയത്ത് തന്നെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നു. വലിയ രീതിയിൽ അത് ചർച്ചയാകാൻ ഇടയുള്ള ഒരു കാര്യമാണ്. നമുക്ക് അറിയാം, കഴിഞ്ഞ ഒട്ടേറെ കാലം CPM സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്ന, വളരെ കാലം മന്ത്രിയായി പ്രവർത്തിച്ച മുതിർന്ന നേതാവായിരുന്ന G. സുധാകരൻ ആലപ്പുഴയിൽ നിന്ന് സമ്മേളനം തുടങ്ങിയ സമയത്ത് ഒരു കവിതയിലൂടെ ഇത്തരത്തിലുള്ള ഒരു വിമർശനം ഉന്നയിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് പത്തനംതിട്ടയിൽ നിന്നുള്ള എ പത്മകുമാർ XMLA ചതിവ്, വഞ്ചന, അവഹേളനം, 52 വർഷത്തെ ബാക്കി പത്രമാണ് ലാൽ സലാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അതിൽ ആരുടെയും പേരെടുത്ത് പറയുകയോ തനിക്ക് കിട്ടാത്ത ഒരു അധികാരത്തിൻ്റെ അല്ലെങ്കിൽ ഈ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് എത്താൻ സാധിക്കാത്തതിൻ്റെ വിഷമം ഒന്നും പറയുന്നില്ലെങ്കിൽ പോലും നമുക്ക് ആ പോസ്റ്റിൽ നിന്ന് ഊഹിച്ചെടുക്കാൻ സാധിക്കും. ഇത് കൃത്യമായി പാർട്ടിയുടെ തീരുമാനത്തിനെതിരെയുള്ള ഒരു പോസ്റ്റ് തന്നെയാണ്. പാർട്ടി തന്നെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് കൊണ്ടുവരും എന്നുള്ള പ്രതീക്ഷ പത്മകുമാറിനുണ്ടായിരുന്നു. എന്നാൽ ആ പ്രതീക്ഷയെ തകിടം മറിച്ചുകൊണ്ട് പുതിയ സംസ്ഥാന കമ്മിറ്റി തെരഞ്ഞെടുത്തു. 89 അംഗ സംസ്ഥാന കമ്മിറ്റി തെരഞ്ഞെടുത്തപ്പോൾ തൻ്റെ അനുഭവ സമ്പത്തിനോ അല്ലെങ്കിൽ അനുഭവ പരിചയത്തിനോ നേതൃപാടവത്തിനോ ഒന്നും തന്നെ ഒരു വിലയും പാർട്ടി കൊടുത്തില്ല എന്ന് പറയാതെ പറയുകയാണ് ഇപ്പോൾ പത്മകുമാർ. നമ്മൾ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇന്ന് സൂസൻ കോടി കരുനാഗപ്പള്ളിയിലെ വിഭാഗീയതയുടെ പേരിൽ സൂസൻ കോടിയെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കി. പക്ഷേ അതിനുശേഷം സൂസൻ കോടിയോട് നേരിട്ട് സംസാരിച്ചപ്പോൾ അവരുടെ പ്രതികരണം തേടിയപ്പോൾ അവർ പറഞ്ഞത് പാർട്ടി നടപടിയെടുത്തു. കരുനാഗപ്പള്ളിയിലെ വിഷയത്തിൻ്റെ പേരിൽ തന്നെയാണ് നടപടി എടുത്തത്. കരുനാഗപ്പള്ളിയിലെ ഒരു നേതാവും ഈ കമ്മിറ്റിയിലില്ല. മാത്രമല്ല, തനിക്കൊരു ഘടകമുണ്ട്, അത് മഹിളാ അസോസിയേഷൻ്റെ ഘടകമാണ്. ആ ഘടകത്തിൽ താൻ പോയി പ്രവർത്തിക്കും. അതായത് ഒരു സ്ഥലത്ത് കൃത്യമായി അനുസരണയുള്ള ഒരു പാർട്ടി നേതാവായി സൂസൻ കോടി മാറുമ്പോൾ എന്നാൽ പ്രശ്നമുണ്ട്, വിഭാഗീയതയുണ്ട്, അത് പുറത്തു വന്നതാണ്. ഒരുപക്ഷെ ഈ സമ്മേളന കാലയളവിൽ CPM അത്രമാത്രം പ്രതിരോധത്തിലാവുകയും നമ്മൾ സമീപകാല CPM രാഷ്ട്രീയ ചരിത്രത്തിൽ കാണാത്ത തരത്തിലുള്ള ഒരു വിഭാഗീയതയും അത് പുറത്തു വരികയും അതൊക്കെ കണ്ടത് കരുനാഗപ്പള്ളിയിലാണ്. അവിടെ അതിനാണ് നടപടി, ചരക്ക് നടപടിയെത്തുന്നത്, അല്ലെങ്കിൽ ആ തരത്തിൽ കാണാം. പക്ഷെ ഇവിടെ നമ്മൾ ഈ പുതിയ സംസ്ഥാന കമ്മിറ്റിയെ പരിശോധിക്കുകയാണെങ്കിൽ അതിൽ പുതുമുഖങ്ങളുണ്ട്, വനിതകളുണ്ട്. എന്തിനു വേണം, ആരോഗ്യമന്ത്രി വീണ ജോർജ് പ്രത്യേക ക്ഷണിതാവായി സംസ്ഥാന കമ്മിറ്റിയിൽ ഇടം പിടിച്ചിട്ടുണ്ട് പത്തനംതിട്ടയിൽ നിന്ന്. അതേ സമയത്താണ് ഈ മുതിർന്ന നേതാവ് പത്മകുമാർ മാറ്റി നിർത്തപ്പെടുന്നത്. സ്വാഭാവികമായിട്ടും അരനൂറ്റാണ്ടിന്റെ രാഷ്ട്രീയ ചരിത്രം അല്ലെങ്കിൽ പ്രവർത്തന പരിചയമാണ് അദ്ദേഹത്തിനുള്ളത്.